യെസ്, ആനി രാജ CPI നേതാവ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീമതി ആനി രാജ, ഇടതുപക്ഷത്തെ രാഷ്ട്രീയത്തിന് കൃത്യമായ അംഗീകാരം നൽകി അതിൻ്റെ പ്രസക്തി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിൻ്റെ പ്രസക്തി കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്ന വ്യക്തി കൂടിയായിരുന്നു. അങ്ങനെ കൂടി മൻമോഹൻ സിംഗിനെ അനുസ്മരിക്കാനാകുമോ? തീർച്ചയായിട്ടും ഒരു പൂർണ്ണസമയ രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെതായ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോഴും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ പുരോഗതിക്കും വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ നൽകിയ സംഭാവനകളെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹം അതിനെ അംഗീകരിച്ചിരുന്നു, അതിനെ ബഹുമാനിച്ചിരുന്നു. അത്തരം ഒരു വ്യക്തി പ്രധാനമന്ത്രിയായി വരുമ്പോൾ, അതും ഒരു ഇടതുപക്ഷം പുറത്തുനിന്ന് പിന്തുണ കൊടുത്തുകൊണ്ടുള്ള ഒരു കോalition ഗവൺമെന്റ് എന്നുള്ള ഈ പുതിയ കാലഘട്ടം, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു കാലഘട്ടം, ആ വളർച്ചയുടെ, ആ ജനാധിപത്യത്തിന്റെ, പാർലമെന്ററി ജനാധിപത്യത്തിന്റെ വളർച്ചയുടെ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ 2 ടേമും പ്രധാനമന്ത്രിയായിരുന്നു കൊണ്ട് ഒരു പക്ഷേ ന്യൂ ലിബറൽ ഇക്കണോമിക് പോളിസി അത് ഇൻക്ലൂസീവാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇടതുപക്ഷം അതിനെ ഒരു ഇൻക്ലൂസീവ് ഫോർ എ സെലക്ടഡ് പീപ്പിൾ, അല്ലെങ്കിൽ ഇത് എക്സ്ക്ലൂസീവ് ആണ് എന്നുള്ള, സാധാരണക്കാരനെ പുറന്തള്ളുന്ന ഒന്നാണ് എന്നുള്ള. കാരണം സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും ഒക്കെ തന്നെ അതിനെയൊക്കെ കെട്ടഴിച്ചു വിടുന്ന ഒരു സാമ്പത്തിക നയം എന്നുള്ള രീതിയിൽ തന്നെ അതിനെ ഇടതുപക്ഷം വിലയിരുത്തിയിരുന്നു. എന്നാൽ അത്തരം ഒരു നിയോ ലിബറൽ ഇക്കണോമിക് പോളിസി സ്വീകരിച്ചതിനെ, അതിനെ കുറിച്ചുള്ള അതിന്റെ നേട്ടങ്ങള്, കോട്ടങ്ങൾ, അത്തരം ഒരു വലിയ വിശകലനത്തിലേക്ക് അല്ല ഞാനിപ്പോൾ അതിനല്ല തയ്യാറാവുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരം ഒരു സാമ്പത്തിക നയം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ സാധാരണക്കാരൻ പുറന്തള്ളപ്പെടുന്നു എന്നുള്ളിടത്ത് ഇടതുപക്ഷങ്ങൾ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഈ തൊഴിലുറപ്പ് പോലുള്ള ഒരു നിയമം കൊണ്ടുവന്നുകൊണ്ട് അതൊരു റൈറ്റ് ടു വർക്ക് എന്നുള്ള, തൊഴിൽ ചെയ്യാനുള്ള അവകാശം, തൊഴിലവകാശത്തെ ഒരു ഭരണഘടനാപരമായുള്ള ഒരു അവകാശമാക്കി മാറ്റുന്നതിലേക്കുള്ള ഒരു ആദ്യ ചുവടുവെപ്പ് എന്നുള്ള രീതിയിൽ തന്നെ അതിനെ കാണേണ്ടതുണ്ട്. അത് ഇടതുപക്ഷം പുറത്തു നിന്ന് പിന്തുണ, UK 1 പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ 1-നും 2-നും, 2ന്റെ അവസാന കാലഘട്ടത്തിൽ ആ പിന്തുണ പിൻവലിക്കേണ്ടി വന്നു. പക്ഷെ ആ സമയത്ത് അതിനെ തുറന്ന മനസ്സോടെ അംഗീകരിക്കും. വലിയ ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടന്നുവെങ്കിലും അവസാനം അത് ഈ ഒഴിവാക്കപ്പെടുന്ന, മാർജിനലൈസ്, അരികുവൽക്കരിക്കപ്പെടുന്ന ഈ പുത്തൻ സാമ്പത്തിക നയം കൊണ്ട് അരികുവൽക്കരിക്കപ്പെടുന്ന സാധാരണക്കാരനെ അവനൊരു അത്താണിയാകുന്നതിന്, അവർക്കൊരു അത്താണിയാകുന്നതിന് ഇത്തരം ഒരു നിയമം ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ അത് അംഗീകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലും പറയുവാനുള്ളത്, പല തവണ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കാണുകയും, അതുപോലെ തന്നെ നമുക്കറിയാം UPA കാലഘട്ടത്തിലാണ് ഒരു ദേശീയ ഉപദേശക സമിതി എന്ന് പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിൽ നമ്മൾ കാണേണ്ട ഒന്ന്, സിവിൽ സൊസൈറ്റിയെ കൂടി, ജനാധിപത്യം എന്ന് പറയുമ്പോൾ എല്ലാവരെയും കേൾക്കുക, എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് പൊതുനന്മയ്ക്കായി ഒരു നയം രൂപീകരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം അങ്ങനെ ഒരു അത്തരത്തിലുള്ള ഒരു ജനാധിപത്യത്തെ ഒരു മീനിങ് ഡെമോക്രസിയായി മാറ്റുന്നതില് ആ രീതിയിലുള്ള കൺസൾട്ടേഷൻസ്, കൂടിയാലോചനകൾ രാഷ്ട്രീയ പാർട്ടികളോട് മാത്രമല്ല സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനോടും ഒക്കെ കൂടി, അതുപോലെ തന്നെ വനിതാ സംഘടനകളോടും ഒക്കെ തന്നെ നടത്തുന്നതിൽ അതിലൊരു മടിയും കാണിക്കാത്ത ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തെ ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ. കാരണം ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പം അത്തരം ഇന്ന് രാജ്യത്ത് നിലവിലുള്ള ഒരു ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു സമീപനം നമുക്കുണ്ടാകുന്നില്ല എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതില്ല. അപ്പൊ ആ രീതിയിൽ ഇന്ത്യയെ മനസ്സിലാക്കി, ഇന്ത്യൻ ജനതയെ മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന നിർദ്ദേശങ്ങൾ, അത് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നവരുടെ നിർദ്ദേശങ്ങളായിരുന്നാൽ കൂടി അതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോയി ഭരണം നടത്തിയ, അത്തരത്തിലുള്ള ആ കാലഘട്ടത്തിലുള്ള
ചില നടപടികൾ, അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായി നിന്നുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ച നടപടികൾ ആഗോള തലത്തിൽ രാജ്യങ്ങൾ മുഴുവനും ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ ഇന്ത്യ പിടിച്ചു നിന്നു എങ്കിൽ അതിന്റെ തീർച്ചയായിട്ടും അതിന് പ്രധാനമന്ത്രി തന്നെ ശ്രീ മൻമോഹൻ സിംഗ് തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുള്ള ഒന്ന് ഈ തൊഴിലുറപ്പ് നിയമം പോലുള്ള നിയമങ്ങളാണ് നമ്മളെ അതിന് സഹായിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ പ്രായോഗികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൽ മടിയില്ലാത്ത ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അധ്യാപകനായി തുടങ്ങി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയ വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന പ്രത്യേകതയുമുണ്ട്. പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തകർക്കപ്പുറം ദീർഘവീക്ഷണമുള്ള നയങ്ങൾ കൊണ്ടും നിലപാടുകൾ കൊണ്ടും അദ്ദേഹം വ്യത്യസ്തനായി.